ഹായ് ഗായ്സ്, നമ്മൾ ദിവസവും നല്ല രീതിയിൽ ജോലിക്കൊക്കെ പോകുന്നു. എല്ലാ ദിവസവും കൃത്യമായിട്ട് നീ ജോലിക്ക് പോകുന്നു. പക്ഷേ അതിനൊത്ത പണം നിനക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ചില ആളുകൾ നമ്മുടെ കൺമുമ്പിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടും റിച്ചായിട്ട് ജീവിക്കുന്നു. നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് അവർക്ക് ബാധ്യതയില്ല, ബുദ്ധിമുട്ടുകളില്ല, അവർ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളവരാണ്, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലായിരിക്കും നീ അവരെ വിലയിരുത്തുന്നത്. ശരിക്കും അവർ ലക്കിയാണോ? ഒരിക്കലുമല്ല ഗൈസ്. അവരെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിനക്ക് അവരെ പോലെ പണമുണ്ടാക്കാൻ സാധിക്കാത്തത് ലക്കില്ലാത്തത് കൊണ്ടല്ല, അത് നിൻ്റെയും അവരുടെയും മൈൻഡ് സെറ്റ് തമ്മിലുള്ള വ്യത്യാസമാണ്. പുവർ മൈൻഡ് സെറ്റ് വിത്ത് റിച്ച് മൈൻഡ് സെറ്റ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെ സംബന്ധിച്ചാണ്. ആളുകൾ രണ്ടു തരത്തിലാണ്, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവരും റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവരും. ഈ രണ്ടു തരം ആളുകളുടെയും ലൈഫ് സ്റ്റൈൽ രണ്ട് രീതിയിലായിരിക്കും വളർന്നു വരിക. ഞാനിതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന്. നിങ്ങൾ പുവർ മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്നും ചേഞ്ച് ആവാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഈ രണ്ട് മൈൻഡ് സെറ്റുമുള്ളവരുടെ 7 വ്യത്യാസങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അൺസ്റ്റോപ്പബിൾ ലൈഫ്. നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനമായും 7 വ്യത്യാസങ്ങളാണ് ഇവർ തമ്മിലുണ്ടാവുക. നമ്പർ 1, പുവർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചലഞ്ചുകൾ വരുന്ന സമയത്ത് അവർ പറയുന്നത് എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല, എന്നെ ഇതിന് പറ്റില്ല, എനിക്കിതിന് വയ്യ എന്ന രീതിയിലായിരിക്കും അവർ അതിനോട് പ്രതികരിക്കുന്നത്. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ ഇപ്പോൾ എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഇതിനെ ശ്രമിക്കും, എനിക്കിതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്ന രീതിയിലായിരിക്കും അവരുടെ ഒരു പ്രതികരണം വരുന്നത്. നമ്പർ 2, കുറേയധികം പണമൊന്നും വേണ്ട, പണം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമാണ്, പണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കും പുവർ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ പ്രതികരണം. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാനുള്ള വഴി അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം, അല്ലെങ്കിൽ അതിന് മെനക്കെടാൻ അവർക്ക് താല്പര്യമില്ല. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ അവർ പണം ഉണ്ടാക്കാൻ ഓടി നടക്കും, പണത്തെ റെസ്പെക്റ്റ് ചെയ്യും. മണി ഗിവ്സ് ഫ്രീഡം എന്ന രീതിയിലായിരിക്കും അവരുടെ അപ്രോച്ച് ഉണ്ടാവുക. ഇവിടെ നീ മനസ്സിലാക്കേണ്ടത് പണത്തെ നിസ്സാരവൽക്കരിച്ചാൽ, പണത്തെ വെറുത്താൽ ഒരിക്കലും പണം നിന്റെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ്. നമ്പർ 3, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കാശ് ചെലവാക്കുന്നത്, അല്ലാതെ ഒരിക്കലും അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാവില്ല. ഫോൺ അപ്ഗ്രേഡ്, ഡ്രസ്സ്, സ്റ്റൈൽ, ബ്രാൻഡ് എന്നതിനൊക്കെ ആയിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് കാശുണ്ടെന്ന് നാട്ടുകാർ കാണട്ടെ എന്ന രീതിയിൽ അവർ ഇല്ലാത്ത പണം ഉണ്ടാക്കിയിട്ടായാലും ഈ പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും ആദ്യം തന്നെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതായത് കയ്യിലുള്ള ക്യാഷ് ഇരട്ടിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ പഠിക്കാൻ വേണ്ടി, സ്കിൽ പഠിക്കാൻ വേണ്ടി, കോഴ്സ്, ബുക്ക്, നെറ്റ്വർക്കിംഗ് എന്നതിനൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്പർ 4, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ബിഗ്ഗസ്റ്റ് അഡിക്ഷൻ കംഫേർട്ട് ആയിരിക്കും. റീൽസ്, ഷോർട്സ്, സ്ലീപ്പ്, മടി പിടിച്ചിട്ടുള്ള ജീവിത രീതി, ഇതൊക്കെ ആയിരിക്കും അവരുടേത്. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കും. കംഫർട്ട് സോണിൽ ജീവിച്ചാൽ എൻ്റെ ഡ്രീംസ് മരിക്കും എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോവുക. അവർക്കൊരിക്കലും അവരുടെ മൂഡ് നോക്കാൻ സമയമുണ്ടായിരിക്കില്ല. ഡിസിപ്ലിനോട് കൂടെ മുന്നോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കും. നമ്പർ 5, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവൻ ഞാൻ 2 ദിവസം ചെയ്തിട്ടും ഒരു മാറ്റവുമില്ല, ഒരാഴ്ച ശ്രമിച്ചിട്ടും ജോബ് കിട്ടിയിട്ടില്ല, എനിക്ക് സെറ്റാവുന്നില്ല എന്ന രീതിയിലാണെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവൻ റിസൾട്ട് ലഭിക്കുന്നത് വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന രീതിയിലായിരിക്കും അവർ അതിനോട് പ്രതികരിക്കുന്നത്. നമ്പർ 6, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫാമിലി സപ്പോർട്ടില്ല, എനിക്ക് ലക്കില്ല, കണക്ഷൻസ് ഇല്ല എന്ന രീതിയിൽ അവർ സ്വയം പരാജയം അംഗീകരിക്കും. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ എൻ്റെ ലൈഫ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ പവർ ലഭിക്കും എന്ന രീതിയിലായിരിക്കും അവർ സ്വയം കോൺഫിഡൻസ് കണ്ടെത്തുക. ആൻഡ് ലാസ്റ്റ് വൺ, നമ്പർ 7, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവർ അവർക്ക് ജോബ് ലഭിച്ചു കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി എന്ന രീതിയിൽ ആ ജോബിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ ജോബ് ഒരു രീതിയിലൂടെ മാത്രമുള്ള ഇൻകം സോഴ്സാണ്. സ്കിൽ ബിൽഡ് ചെയ്ത് സൈഡ് ഇൻകം കൂടി ക്രിയേറ്റ് ചെയ്യണം. അതായത് കോച്ചിങ്, ഫ്രീലാൻസ് വർക്ക്, യൂട്യൂബ് മോണിറ്റൈസേഷൻ
ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ലോങ് ഗ്രോത്ത് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും. അല്ലാതെ അവർ സാലറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കില്ല, സൈഡ് ഇൻകം ബിൽഡ് ചെയ്യും. ഇതാണ് ഈ 2 കാറ്റഗറിയിലുള്ള ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നീ തീരുമാനിക്കുക നീ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന്, എന്തൊക്കെ മാറ്റങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ വരുത്തണമെന്ന്. അതുകൊണ്ട് നീ അഥവാ പുവർ മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ മൈൻഡിനെ ആദ്യം നിങ്ങൾ റിച്ചാക്കി എടുക്കുക. എങ്കിലേ നിങ്ങൾ ജീവിതത്തിലും റിച്ച് ആവുകയുള്ളൂ. അല്ലാതെ നമ്മുടെ ചുറ്റും നാം കാണുന്നവരുടെ കയ്യിലൊക്കെ നല്ല മൊബൈൽ ഉണ്ടാകാം, വണ്ടികൾ ഉണ്ടാവാം, ബ്രാൻഡ് ഷർട്ട്, ബ്രാൻഡഡ് ലൈഫ് എന്നിവയൊക്കെ ഉണ്ടാകും. അവർ അതിനൊക്കെ ആയിരിക്കും കാര്യമായിട്ട് ചെലവഴിക്കുന്നതും. എന്നാൽ അങ്ങനെയുള്ളവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒന്നും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് തീർത്തും പുവർ മൈൻഡ് സെറ്റ് ആണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ ഇതൊന്നും ഇല്ലാത്തവരുടെ കയ്യിൽ ചിലപ്പോൾ ആവശ്യത്തിന് ക്യാഷ് ഉണ്ടാകും. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുമുണ്ടാകും. ബിക്കോസ് ഹി ഈസ് റിച്ച് മൈൻഡ് സെറ്റ്. ഭാവിയിൽ അവരായിരിക്കും വിജയിക്കുന്നത്. അതുകൊണ്ട് ഗൈസ്, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ടു റിച്ച് മൈൻഡ് സെറ്റ്. ഗുഡ് ലക്ക് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ.